സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മെഡൽ നേടിയ ദേവപ്രിയയുടെ വീട് നിർമ്മാണം CPIM ഏറ്റെടുത്തിരിക്കുന്നു. അതിൻ്റെ തറക്കല്ലിടിയിൽ ചടങ്ങ് നടക്കുകയാണ്. CPIM ജില്ലാ സെക്രട്ടറി ഒപ്പം തന്നെ MM മണി അടക്കമുള്ള നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. ജോസിൽ ചേരുന്നു. ജോസിൽ, വിശദാംശങ്ങൾ. ഷമ്മി ദേവപ്രിയയുടെ വീടിന് അങ്ങനെ തറക്കല്ല് ഇട്ടിരിക്കുകയാണ്. ഉടുമ്പൻചോല MLA MM മണിയാണ് ഈ ശിലാസ്ഥാപനം നടത്തിയിരിക്കുന്നത്. ദേവപ്രിയയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നാളായിരുന്ന ഒരു സ്വപ്നമാണ് പൂവണിയാൻ പോകുന്നത്. CPIMന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയാണ് ഈ വീട് നിർമ്മിച്ചു നൽകുന്നത്. അതിനുവേണ്ടിയുള്ള പ്രഖ്യാപനം നേരത്തെ തന്നെ CPIM നടത്തിയതാണ്. ദേവപ്രിയ ഇത് രണ്ടാം തവണയാണ് സംസ്ഥാന മീറ്റിൽ സ്വർണം നേടുന്നത്. ആദ്യ തവണ സ്വർണം നേടിയപ്പോൾ തന്നെ ദേവപ്രിയയുടെ വീട് നിർമ്മിച്ചു നൽകും എന്നുള്ള കാര്യത്തിൽ CPIM തീരുമാനിച്ചതാണ്. എന്നാൽ ഈ വീടിന്റെ ഇപ്പോൾ ഈ സ്ഥലം സംബന്ധിച്ചുള്ള ഒരു ചെറിയ തർക്കങ്ങൾ ആണ് അത് നീണ്ടുപോയത്. കാരണം ഇത് കുടുംബത്തിന്റെ പേരിൽ പലർക്ക് അവകാശപ്പെട്ട ഒരു ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ച് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും അതെല്ലാം പരിഹരിച്ച് ഇപ്പോൾ ഇവിടെ തന്നെ, അതായത് നേരത്തെ വീടുണ്ടായിരുന്ന ദേവനന്ദയുടെ പിതാവ് അതുപോലെ തന്നെ അമ്മ, സഹോദരങ്ങൾ, അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദർ, അവരെല്ലാം ഒരുമിച്ച് ചേർന്ന് ജീവിക്കുന്ന വീടാണ്. അതിന് തക്കതായ രീതിയിലുള്ള ഒരു വീടാണ് ഇപ്പോൾ ഇവിടെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മെഡൽ നേടിയ ദേവപ്രിയയുടെ വീടിൻ്റെ നിർമ്മാണം CPIM ഏറ്റെടുത്തിരുന്നു. ഇപ്പോൾ അതിൻ്റെ കല്ലിടിയിൽ ചടങ്ങ് നടക്കുകയാണ്. നേരത്തെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. MM മണി MLA ആണ് തറക്കല്ലിടിയിൽ ചടങ്ങ് നിർവഹിച്ചത്. അഭിമാനം തോന്നുന്നത് ഞങ്ങൾ കൈക്കൊണ്ട ഈ തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഏറ്റെടുത്ത് നിർധരായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും, സ്വർണം നേടിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഈ വർഷം 50 വീട് നിർമ്മിച്ചു കൊടുക്കുമെന്നുള്ള ഗവൺമെൻറ് പ്രഖ്യാപനം അങ്ങേയറ്റം ആവേശം ജനിപ്പിക്കുന്നതാണ്. അതിന് പ്രചോദനമായ കാൽവരികുണ്ട് സ്കൂള്, അവിടുത്തെ കോച്ച്, അതുപോലെ തന്നെ ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ്, കായിക താരങ്ങൾ അതിൽ പങ്കെടുത്തവരും എല്ലാവരെയും നമ്മുടെ നാടിനെ നല്ല തരത്തിൽ ഇത്തരമൊരു കാര്യം കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ ദേവപ്രിയയുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിജയവും വലിയ നിലയിൽ കേരളീയ സമൂഹത്തിന് മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിലേക്ക് തന്നെ എത്തിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ നിങ്ങൾ നടത്തിയുള്ള പ്രവർത്തനം അങ്ങേയറ്റം പ്രശംസനീയമാണ്. നിങ്ങൾ ഇതിവിടെ വരാനും ഇതെല്ലാം കൂടുതൽ അതിൻ്റെ ഒരു കർമ്മപഥത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന മാധ്യമ പ്രവർത്തകർക്കും CPIM ജില്ലാ കമ്മിറ്റിയുടെ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അടിയന്തരമായി പൂർത്തിയാക്കി, എങ്ങനെ വന്നാലും ഒരു 2-3 മാസമെങ്കിലും എടുക്കുമല്ലോ. DYFIയുടെ ഈ കാര്യം ചേർത്ത് വലിയ നിലയിലുള്ള പിന്തുണ ഉണ്ടായിട്ടുണ്ട്. വീടിൻ്റെ കാര്യം സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ തന്നെ ഇതിനാവശ്യമായ ദേവപ്രിയയ്ക്ക് സ്വാഭാവികമായിട്ട് ഇത്രയൊരു വീട് ഏതാണ്ട് 20 ലക്ഷം രൂപയോളം ചെലവഴിക്കേണ്ടതായി വരും. അന്ന് റിപ്പോർട്ടർ ചാനലിൻ്റെ ഡോക്ടർ അരുൺ ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞ അതേ പ്ലാനാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. അപ്പോൾ അതിനാവശ്യമായ ഫർണിച്ചർ സ്വാഭാവികമായിട്ടുണ്ടാവണം. അത് DYFIയുടെ ജില്ലാ കമ്മിറ്റി ഇതിനാവശ്യമായ മുഴുവൻ ഫർണിച്ചറും കൊടുക്കുന്നതിന് വേണ്ടി അവർ തീരുമാനിച്ചിട്ടുണ്ട്. വീടിൻ്റെ നിർമ്മാണ മേഖല പ്രഖ്യാപിക്കുക തന്നെ ഒരുപാട് ആളുകൾ ഇതിനെല്ലാവിധമായ പിന്തുണയും നൽകുമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു നാടിൻ്റെ പൂർണ്ണമായ ഒരു പിന്തുണയും സഹായം ഉണ്ടാവും. അതുകൊണ്ട് സ്വാഭാവികമായും ഇന്ന് തന്നെ റോമിയോ സെബാസ്റ്റ്യൻ്റെയും അതുപോലെ തന്നെ കോച്ച് ടിമിൻ്റെയും ഇവിടുത്തെ ഇതിൻ്റെ നിർമ്മാണ കമ്മിറ്റിയുടെ കൺവീനർ രൂപത്തിൽ സഖാവ് KJ ഷൈൻ്റെയും അക്കൗണ്ടിൽ ഇന്ന് തന്നെ ഒരു അക്കൗണ്ട് ഞങ്ങൾ തുറക്കും. അതിനകത്ത് വരുന്ന പൈസയല്ല, എല്ലാവരും സഹായിക്കട്ടെ എന്ന രൂപത്തിലാണ് വലിയ പിന്തുണയാണ് ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത്. അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള പ്രവർത്തനം നടത്തും. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മെഡൽ നേടിയ ദേവപ്രിയയുടെ വീട് നിർമ്മാണം CPIM ഏറ്റെടുത്തിരുന്നു. ഇപ്പോൾ അതിൻ്റെ തറക്കല്ലിടിയിൽ ചടങ്ങാണ് ഇടുക്കിയിൽ നടന്നത്. ഉടുമ്പൻചോല MLA MM മണി തറക്കൽ ഇടിയിൽ നടത്തി. CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിൽ പങ്കെടുത്തു. ജോസിലാണ് വിവരങ്ങൾ നൽകിയത്.